ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൂര്യാസ് ട്രാവൽ ആൻഡ് കുക്കിംഗ് വേൾഡ്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മസാല ദോശയാണ്. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ദോശമാവാണ്. ദോശമാവ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് 1 ഗ്ലാസ് അരിയും 1/2 ഗ്ലാസ് ഉഴുന്നും കൂടെ എടുത്ത് 4 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അരച്ചെടുത്തതാണ്. ഇത് തലേന്നാണ് അരച്ച് വെച്ചത്. മിനിമം 8 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അരച്ചതിന് ശേഷം. എങ്കിൽ മാത്രമേ നന്നായിട്ട് പുളിച്ച് പൊങ്ങുകയുള്ളൂ. അപ്പം ഞാനിതിപ്പം 8 മണിക്കൂറിന് ശേഷം എടുത്ത മാവാണ്. അപ്പം നമുക്ക് ആദ്യം മസാല ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസ് കിഴങ്ങെടുത്ത് ചെറുതായി അരിഞ്ഞിട്ട് അതൊന്ന് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ 3 പച്ചമുളകാണ് ചെറുതായി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില, ഒരു പിഞ്ച് ഉഴുന്ന് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്ന ഒരു പിഞ്ച് കടലപ്പരിപ്പാണ്. പിന്നെ ഒരു പിഞ്ച് പെരിഞ്ജീരകവും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിഴങ്ങ് ഓൾറെഡി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി മസാല എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് മസാല തയ്യാറാക്കാനായിട്ട് ആദ്യമേ ഒരു പാൻ അടുപ്പ് വെച്ച് ചൂടാക്കാം. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പെരിഞ്ജീരകം, കടലപ്പരിപ്പ്, ഉഴുന്നും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തീ കൂട്ടി വെക്കാൻ പാടില്ല. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടാണ് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാൻ. നമുക്കിനി ഇതിലേക്ക് ബാക്കിയിരിക്കുന്ന പച്ചമുളകും സവാളയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമുക്കിനി ഉള്ളിയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്ന് വെച്ചാൽ ഉള്ളി ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ആദ്യം വേവിക്കാൻ വെച്ചിരുന്ന കിഴങ്ങ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി കിഴങ്ങ് ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടതൊന്ന് ഉടച്ചെടുക്കണം. ഇതിലേക്ക് ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കിനി ഈ കിഴങ്ങെല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പം നമ്മൾ കിഴങ്ങൊക്കെ നന്നായിട്ട് ഉടച്ച് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ദോശ ഉണ്ടാക്കാം. നമ്മൾ ദോശമാവ് ഇവിടെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ദോശക്കല്ല് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ ദോശക്കല്ല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി നെയ്യ് തേച്ച് കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി.
ഇത് തേച്ച് കൊടുത്തെങ്കിൽ മാത്രമേ ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരത്തുള്ളൂ, നല്ല ക്രിസ്പി ആവത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ദോശ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മസാല വെച്ച് കൊടുക്കാം. അപ്പോൾ മസാല വെച്ചതിന് ശേഷം നമുക്ക് ദോശ മടക്കി കൊടുക്കാം. മടക്കി കൊടുത്ത് ഒന്ന് തിരിച്ചും മറിച്ച് വിട്ടതിന് ശേഷം ദോശ എടുക്കാവുന്നതാണ്. നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ മസാല ദോശ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മസാല ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്കിനി ദോശയ്ക്കുള്ള ചട്നി റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 3 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. ഒരു 3-4 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി തേങ്ങയുടെ പകുതി ആണിവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അരച്ചെടുക്കാം. നല്ല തിക്കായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് കടുക് താളിച്ച് എടുക്കാവുന്നതാണ്. നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ട് അരച്ചതിന് ശേഷം കടുക് താളിച്ച് ചേർക്കാം. അപ്പം നമ്മുടെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.